എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം ഈ വർഷത്തെ പോഷൻ പക്കാട സ്റ്റാർട്ട് ചെയ്യുന്നത് 9-ാം തീയതി ആയിരുന്നു. 23-ാം തീയതി വരെ, അതായത് 2 ആഴ്ചക്കാലം വിവിധ പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ അംഗനവാടികൾ കൂടുതൽ സജീവമാക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി തന്നെ 2 ആഴ്ചക്കാലം പോഷൻ പക്കാടയുടെ ക്യാമ്പയിനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ ക്യാമ്പയിൻ ഒരു തടസ്സങ്ങൾ കൂടാതെ നമ്മൾ വിവിധ പ്രവർത്തനങ്ങളുമായിട്ട് ജനങ്ങളിലേക്ക് എത്തണം. അപ്പോൾ നമ്മൾ ഓരോ പ്രവർത്തനങ്ങളും പോഷൻ പക്കാടയുടെ ഭാഗമായിട്ട് ചെയ്യുന്ന സമയം പോഷൻ പക്കാടയുടെ തീമുകളെ കോർത്തുകൊണ്ടായിരിക്കണം നമ്മൾ ഓരോ ആക്ടിവിറ്റികളും ആസൂത്രണം ചെയ്യേണ്ടത്. നമുക്കറിയാം എല്ലാ വർഷങ്ങളിലും ഓരോ പോഷൻ പക്കാട വരുന്ന സമയം ഓരോ തീമുകൾ നമുക്കുണ്ടാവും. അതേപോലെ തന്നെയാണ് ഈ വർഷവും നമ്മൾക്ക് പോഷൻ പക്കാടയ്ക്ക് 5 തീമുകളുണ്ട്. അത് ഏതൊക്കെയാണ് ആ തീമുകൾ എന്നുള്ളത് വളരെ കൃത്യമായി നമ്മൾ പോഷക ഭാഷ എന്ന ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ അറിയാത്ത ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ പോഷക ഭാഷ നമ്മളെ ചാനലൊന്ന് കയറി കഴിഞ്ഞാൽ ഡേ 1 മുതൽ നിങ്ങൾക്ക് അതെല്ലാം കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ തീമുകളൊക്കെ ആദ്യം നമ്മൾ അറിയണം. അതിലുപരി പോഷൻ പക്കാടയുടെ 2026 പോഷൻ പക്കാടയുടെ ഒരു ഉദ്ദേശ ലക്ഷ്യമുണ്ട്. അത് എന്താണ് എന്നുള്ളത് അറിയണം. ഇതെല്ലാം അറിഞ്ഞാൽ മാത്രമാണ് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ഒരു പൂർണ്ണത ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ വർഷത്തെ ലക്ഷ്യം എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. കുട്ടികളുടെ ആദ്യത്തെ 6 വർഷക്കാലം അവരുടെ ബുദ്ധിവികാസം ഉറപ്പാക്കുക, അല്ലെങ്കിൽ ബുദ്ധിവികാസത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. അതിലേക്ക് എത്തുന്നതിനാണ് 5 തീമുകൾ കൂടി സപ്പോർട്ടായിട്ടുള്ളത്. ആ ഓരോ 5 തീമുകളും 2 ആഴ്ചക്കാലം അതിനനുസൃതമായിട്ടുള്ള ആക്ടിവിറ്റികൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മൾ അത് നിങ്ങളിലേക്ക് അസൈൻ ചെയ്ത് തരികയാണ്. കൃത്യമായിട്ട് നിങ്ങൾ ഈ ചാനലിലൂടെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ തന്നെ ഈ ആക്ടിവിറ്റികളൊക്കെ നടത്താനും അതെല്ലാം കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാനും കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അയച്ചു തരുന്ന ഓരോ ആക്ടിവിറ്റികളും തലേ ദിവസം തന്നെ കൃത്യമായി മനസ്സിലാക്കി അതിന് ശരിയായ ഒരു ആസൂത്രണം നിങ്ങൾ നടത്തണം. ഇതെങ്ങനെ നമ്മൾ അംഗനവാടികൾ നടപ്പിലാക്കും, അതിൽ ആരെയാണ് പങ്കാളിത്തം ഉറപ്പാക്കേണ്ടത്, ഇതെല്ലാം നിങ്ങളോട് പറഞ്ഞു തരുന്നുണ്ട്. കൃത്യമായി അത് മനസ്സിലാക്കി ആയത് പ്രകാരം തന്നെ കൂടുതൽ ജനങ്ങളിലേക്ക്, ഗുണഭോക്താക്കളിലേക്ക് സന്ദേശങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 ദിവസത്തെ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി. ഈ 2 ആഴ്ചക്കാലം എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ ഹോളിഡേയ്സ് ഉണ്ടാവും. ഈ അവധി ദിനങ്ങളിലൊക്കെ തന്നെ നമുക്ക് പോഷൻ പക്കാടയുടെ ക്യാമ്പയിന് തടസ്സം വരാത്ത രീതിയിൽ, അതായത് ടീച്ചേഴ്സിന് ബുദ്ധിമുട്ടില്ലാത്ത 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തുന്നുള്ളൂ. അതായത് ഇനി വരുന്ന സെക്കൻഡ് സാറ്റർഡേ ആണെങ്കിലും സൺഡേ ആണെങ്കിലും വിഷു ആണെങ്കിലും ഹോളിഡേയ്സിലൊന്നും നിങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ നിങ്ങൾ ഡേ ടു ഡേ എന്ത് കാര്യങ്ങളാണോ ചെയ്യുന്നത് അതിനോടനുബന്ധിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് പോഷൻ പക്കാടയുടെ ഭാഗമാക്കുന്നത്. അപ്പോൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഏപ്രിൽ 11 ശനിയാഴ്ച നമുക്കറിയാം സെക്കൻഡ് സാറ്റർഡേ അവധി ദിനമാണ്. ടീച്ചേഴ്സിനെ ബുദ്ധിമുട്ടിക്കുകയല്ല. ആ അവധി ദിനത്തിൽ ടീച്ചേഴ്സിന് ചെയ്യാൻ കഴിയുന്ന ഒരു 5 മിനിറ്റ് സമയം നമ്മളെ ഗുണഭോക്താക്കൾക്ക് വേണ്ടി മാറ്റിവെക്കണം. ചെറിയൊരു നിർദ്ദേശം മാത്രം നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പ് വഴി ഷെയർ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ബാക്കി ഗുണഭോക്താക്കൾ അയച്ചു തരുന്ന ആ റെസിപ്പികൾ നിങ്ങൾ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഏപ്രിൽ 11-ാം തീയതി നമ്മൾ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് പോഷകാഹാര റെസിപ്പി ശേഖരണമാണ്. നമുക്കറിയാം ഈ വർഷത്തെ പോഷൻ പക്കാടയുടെ പ്രധാനപ്പെട്ട തീമുകളിലൊന്നാണ് അമ്മയ്ക്കും കുഞ്ഞിനും പോഷകാഹാരം ഉറപ്പാക്കുക എന്നുള്ളത്. അപ്പോൾ ആയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളുടെ ആക്ടിവിറ്റി കണ്ടെത്തിയത് നമ്മൾ ഗുണഭോക്താക്കളിലേക്ക് ഒരു സന്ദേശം ടീച്ചർ അയക്കുന്നു. ആ സന്ദേശത്തിൽ മേൽ ആ ഗുണഭോക്താക്കളിൽ നിന്ന് പോഷകാഹാര റെസിപ്പി ശേഖരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അങ്കണവാടിയിലെ കുട്ടികൾക്കായുള്ള ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പോഷകാഹാര റെസിപ്പികൾ നമ്മൾ ശേഖരിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ നിങ്ങൾ അവരിലേക്കൊരു സന്ദേശം കൃത്യമായിട്ട് അത് വാട്സപ്പ് ഗ്രൂപ്പ് വഴി നിങ്ങളുടെ ഗുണഭോക്താക്കളുടെ അമ്മയ്ക്കോ അല്ലെങ്കിൽ ലാക്ടേറ്റിങ്ങിനോ അതേപോലെ തന്നെ പ്രഗ്നൻറ്റിനോ ഒക്കെ തന്നെ നിങ്ങൾക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ അവരൊരു ഗ്രൂപ്പ്, നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പ് നിങ്ങളുടെ കയ്യിലുണ്ടാവും. അപ്പോൾ അതിലേക്ക് ഷെയർ ചെയ്യേണ്ട ഒരു പാരഗ്രാഫ് നമ്മളെ പോഷക ഭാഷയുടെ വാട്സപ്പ് ചാനലിൽ കൂടെ നമ്മൾ ടൈപ്പ് ചെയ്യുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ നമ്മൾ നാളത്തെ പരിപാടിക്ക് ഉദ്ദേശം വെക്കുന്നത് ലളിതവും വീട്ടിൽ എളുപ്പം ഉണ്ടാക്കുന്നതുമായിട്ടുള്ള റെസിപ്പികൾ മാത്രം സ്വീകരിച്ചാൽ മതി. ഒപ്പം തന്നെ കുഞ്ഞുങ്ങൾക്ക് അനുയോജ്യമായതാവണം. അതായത് 0 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോഷകാഹാര റെസിപ്പിയാണ് നമ്മൾ കളക്ട് ചെയ്യേണ്ടത്. ജങ്ക് ഫുഡ് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. പ്രാദേശികമായി ലഭ്യമായിട്ടുള്ള സാധനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള റെസിപ്പികളായിരിക്കണം നമ്മൾ അവരിൽ നിന്നും സ്വീകരിക്കേണ്ടത്. അപ്പോൾ ഈ കാര്യങ്ങളാണ് പ്രത്യേകമായിട്ട് നമ്മൾ ഈ റെസിപ്പികൾ ശേഖരിക്കുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. ഈ റെസിപ്പി ശേഖരണം ഒന്നുമില്ലെങ്കിൽ അവരിൽ നിന്ന് നമുക്ക് എഴുതി പേപ്പർ ഫോട്ടോ എടുത്ത് വാങ്ങിക്കുക, അല്ലെങ്കിൽ വാട്സപ്പ് വഴി ടൈപ്പ് ചെയ്ത് സ്വീകരിച്ചാലും മതിയാവും. ഇനി അതെല്ലാം ശേഖരിച്ച് ടീച്ചർ ഒരു ക്രോഡീകരണം നടത്തണം. അപ്പോൾ ഒരുപാട് അമ്മമാരും ഗുണഭോക്താക്കളൊക്കെ പങ്കാളികളായി ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുണ്ട്. അവർ റെസിപ്പികളൊക്കെ നമുക്ക് അയച്ചു തന്നു. അതിനുശേഷം ടീച്ചർ എന്ത് ചെയ്യണം, അതെല്ലാം ശേഖരിച്ച് മികച്ച റെസിപ്പികൾ ടീച്ചർ തിരഞ്ഞെടുക്കുക. അതിനുശേഷം ആ റെസിപ്പികളൊക്കെ തന്നെ ടീച്ചേഴ്സിന് ഒന്നിച്ച് കോപ്പി ചെയ്ത് ഒരു PDF ആക്കി സൂക്ഷിക്കാനും അത് നിങ്ങളുടെ പ്രൊജക്റ്റിലേക്ക് അയച്ചു കൊടുക്കാനും സാധിക്കുമെന്നുള്ളതാണ്. അതേപോലെ തന്നെ വാട്സപ്പ് വഴി നിങ്ങൾക്ക് ഇതെല്ലാം നല്ല റെസിപ്പികൾ നിങ്ങൾക്ക് സ്റ്റാറ്റസ് ആയിട്ട് വെക്കാൻ
കൊടുക്കാനും മറ്റുള്ള ഗുണഭോക്താക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കഴിയുമെന്നുള്ളതാണ്. അതേപോലെ തന്നെ ഒരു പ്രോത്സാഹനം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ബെസ്റ്റ് ന്യൂട്രീഷൻ റെസിപ്പി കോൺടെസ്റ്റ് പോലെ, അതായത് ഈ തിരഞ്ഞെടുത്തിട്ടുള്ള അല്ലെങ്കിൽ കളക്ട് ചെയ്ത റെസിപ്പികളിൽ നല്ലത് തിരഞ്ഞെടുത്ത് അവർക്കൊരു പ്രോത്സാഹന സമ്മാനം ഒരു വിജയികളായി പ്രഖ്യാപിച്ച് കൊടുക്കാവുന്നതുമാണ്. അത് ഓപ്ഷണൽ മാത്രമാണ്, നിങ്ങളുടെ കഴിവിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. നമ്മളൊരു ഐഡിയ പറഞ്ഞു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളതൊക്കെ നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് ചെയ്യുക. പ്രധാനമായിട്ടും നമ്മൾ റെസിപ്പി സ്വീകരിക്കുന്ന സമയം നമ്മളൊരു നിർദ്ദേശം കൊടുക്കുമല്ലോ ഗുണഭോക്താക്കൾക്ക്. ആ സമയം എന്തൊക്കെ കാര്യങ്ങളാണ് ആ റെസിപ്പിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ആ ഒരു മത്സരത്തിന്റെ ഭാഗമായിട്ട് ആ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായി ടീച്ചേഴ്സ് അറിയണം. അത് അവരോട് ഷെയർ ചെയ്ത് കൊടുക്കണം. ആ റെസിപ്പിയുടെ ഭാഗത്ത് ആ ഒരു ഗുണഭോക്താവിന്റെ പേര്, അതിപ്പോൾ വാട്സപ്പ് വഴി ടൈപ്പ് ചെയ്യുകയാണെങ്കിലും പേപ്പറിൽ എഴുതുകയാണെങ്കിലും ഗുണഭോക്താവിന്റെ പേര് നിർബന്ധമാണ്, മൊബൈൽ നമ്പർ, അതേപോലെ തന്നെ ആ കുട്ടിയുടെ വയസ്സോ, അതേപോലെ തന്നെ റെസിപ്പിയുടെ പേര്, ഉപയോഗിക്കുന്ന സാധനങ്ങൾ, ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് അവരുടെ റെസിപ്പിയിൽ ഉൾപ്പെടുത്തുന്നത്, തയ്യാറാക്കുന്ന വിധം അവരിൽ നിന്ന് എഴുതി വാങ്ങിക്കാം, എപ്പോഴൊക്കെ നൽകാം. അതായത് ഒരു റെസിപ്പി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് പ്രഭാത ഭക്ഷണത്തിനാണോ നല്ലത്, ഉച്ചഭക്ഷണത്തിനാണോ നല്ലത്, വൈകുന്നേരമാണോ, ഏതിനാണോ അനുയോജ്യമായിട്ടുള്ളത് എന്നുള്ളത് കൂടി അവരിൽ നിന്ന് കളക്ട് ചെയ്യുക. പോഷക ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിർബന്ധമായിട്ടും നമ്മളത് വാങ്ങിക്കുക എന്നുള്ളതാണ്. ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ കൃത്യമായി ഈ കാര്യങ്ങളൊക്കെയാണ് അവരിൽ നിന്നും വാങ്ങിക്കണം. അതായത് റെസിപ്പി തയ്യാറാക്കിയതിന് ശേഷം ഒരു ഫോട്ടോ കൂടെ അവരിൽ നിന്ന് അത് അവർ ഉണ്ടാക്കുന്നുണ്ടാവും. ആ ഉണ്ടാക്കിയ ആ റെസിപ്പിയുടെ ഫോട്ടോ കൂടെ ടീച്ചേഴ്സ് കളക്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്തരത്തിൽ 10-15 ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് കിട്ടും. അത് ഒന്നിച്ച് കൊളാഷ് ആക്കിയിട്ട് അല്ലെങ്കിൽ ഓരോന്ന് വീതം നിങ്ങൾക്ക് നമ്മുടെ ജനന്തോളം ഡാഷ്ബോർഡിലേക്ക് കൂടി നിങ്ങൾ രേഖപ്പെടുത്തണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് പ്രത്യേകമായിട്ട് ടീച്ചേഴ്സ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തി കൂടുതൽ റെസിപ്പികൾ കളക്ട് ചെയ്തതിന് ശേഷം നമ്മളെ പ്രവർത്തനം പൂർണ്ണമാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജനന്തോളം ഡാഷ്ബോർഡ് കൂടി നമ്മൾ എൻട്രി വരുത്തണം. ഓരോ ദിവസങ്ങളും, അത് അവധി ദിനങ്ങളും അല്ലാത്ത ദിനങ്ങളിൽ നമ്മൾ ഏതൊക്കെ പ്രവർത്തനങ്ങളാണോ ഓരോ ദിവസങ്ങളിൽ നടത്തുന്നത് അതേ ദിവസങ്ങൾ തന്നെ വിട്ടുപോവാതെ നിങ്ങൾക്കത് പിന്നീട് ഒരുമിച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ബാക്ക് ഡേറ്റുകൾ കിട്ടില്ല. അതാത് ദിവസങ്ങൾ തന്നെ ഒരു 2 മിനിറ്റ് സമയമെടുത്ത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജനന്തോളം ഡാഷ്ബോർഡിലേക്ക് കൂടി ഫോട്ടോസ് അപ്ലോഡ് ചെയ്ത് ഡീറ്റെയിൽസ് ആരൊക്കെ പങ്കെടുത്തു എന്നുള്ളത് കാണിച്ച് നിങ്ങൾക്ക് അന്നത്തെ പ്രവർത്തനം പൂർത്തിയാക്കാൻ സാധിക്കും. അപ്പോൾ ജനന്തോളം ഡാഷ്ബോർഡ് എൻട്രി എന്താണ് തീം, എന്താണ് ആക്ടിവിറ്റി എന്നുള്ളത് നമ്മൾ ഭാഗത്തിൽ തന്നെ കൊടുക്കുന്നുണ്ട്. കൃത്യമായി മനസ്സിലാക്കുക. താങ്ക് യു.